ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കൺസിഡറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡറേഷൻ ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലിമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടൊരു കൺസിഡറേഷൻ ഉണ്ടാവണം. കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റ് ആണ് എങ്കിൽ ആ കോൺട്രാക്റ്റിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. കൺസിഡറേഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി പ്രൈസ് ഓഫ് ദി പ്രോമിസ്. This term used in the sense of quid pro quo, that means something in return. For example, പറയുകയാണെങ്കിൽ S agreed to sell his house to Y for rupees 10 lakh. 10 lakh is the consideration for X and house is the consideration for Y. X അയാളുടെ വീട് Yക്ക് 10 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് പറയാണ്. ഇവിടെ എക്സിനെ സംബന്ധിച്ച് 10 ലക്ഷം രൂപ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന 10 ലക്ഷം രൂപയാണ് എക്സിനെ സംബന്ധിച്ച് കൺസിഡറേഷൻ. വൈനെ സംബന്ധിച്ച് എക്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഹൗസാണ് കൺസിഡറേഷൻ. ഇങ്ങനെ രണ്ട് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ ബെനിഫിറ്റിനെയാണ് അപ്പോൾ നമ്മൾ കൺസിഡറേഷൻ പറയുന്നത്. When a party to an agreement promises to do something, he must get something in return. This something which a party gets in return is the consideration. ഇനി എന്താണ് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ D ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് കൺസിഡറേഷൻ ആസ് when at the desire of the promiser, the promisee or any other person has done or abstain from doing or does or abstains from doing or promises or to do or abstain from doing something, such act or abstinence or promise is called consideration for the promise. ഒരു പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം പ്രോമിസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാമെന്നോ മാറി നിൽക്കാമെന്നോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലോ അത്തരം ആക്ടിനെയോ അബ്സ്റ്റിനൻസിനെയോ അല്ലെങ്കിൽ പ്രോമിസിനെയോ ആണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്ന ഒരു പാർട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് തിരിച്ച് പകരം എന്തെങ്കിലും കിട്ടിയിരിക്കണം. ഇങ്ങനെ തിരിച്ച് കിട്ടുന്നതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. The act or abstinence of the promisee or any other person must be done at the desire or request of the third party or voluntary act would not constitute a valid consideration. The desire of the promiser may be expressed or implied from the conduct of the parties. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ എന്താണ് കൺസിഡറേഷൻ വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രോമിസർ ആയിരിക്കണം. പ്രോമിസിക്കോ അല്ലെങ്കിൽ മറ്റേ ഒരു തേർഡ് പാർട്ടിക്കോ കൺസിഡറേഷൻ എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പ്രോമിസിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ആണ് ഒരു കൺസിഡറേഷൻ തീരുമാനിക്കുന്നത് എങ്കിൽ അതൊരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കൺസിഡറേഷൻ വാലിഡ് ആവണമെങ്കിൽ ആ കൺസിഡറേഷൻ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രോമിസറിൻ്റെ ഡിസയറിൻ്റെ ബേസിലായിരിക്കണം ആ കൺസിഡറേഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് ബി മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഇനി സെക്കൻഡ് എസെൻഷ്യൽ പറയുന്നത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പ്രോമിസി തന്നെ കൺസിഡറേഷൻ പ്രോമിസറിന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പ്രോമിസറിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പ്രോമിസിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് പ്രോമിസറിന് കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് പ്രോമിസർ ഓക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ പ്രോമിസിക്ക് വേണ്ടി പ്രോമിസറിന് കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി പ്രോമിസിക്ക് വേണ്ടി പ്രോമിസറിന് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദി കൺസിഡറേഷൻ ഷുഡ് പ്രൊസീഡ് ഓൺലി ഫ്രം ദി പ്രോമിസി. Consideration furnished by a third party will also be valid if it has been done at the desire of the promiser. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിൻ്റെ വീട് വൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ
ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ഇവിടെ വൈക്ക് വേണ്ടിയിട്ട് വൈയുടെ ഫാദറാണ് എക്സിന് പൈസ കൊടുക്കുന്നത് എങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. കാരണം തേർഡ് പാർട്ടി ആണ് വൈയുടെ ഫാദർ എന്ന് പറയുന്നത്. പക്ഷേ എക്സിന് പ്രോമിസറിന് ഓക്കെ ആണെങ്കിൽ വൈക്ക് വേണ്ടിയിട്ട് വൈയുടെ ഫാദറിന് ആ കോൺട്രാക്റ്റിൽ പൈസ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവും. നെക്സ്റ്റ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. നെക്സ്റ്റ് ഫീച്ചറിൽ വരുന്നതാണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. പാസ്റ്റ് കൺസിഡറേഷൻ. വെൻ ദി പ്രസൻറ്റ് പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ കൺസിഡറേഷൻ ഓൾറെഡി ടേക്കൺ പ്ലേസ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് പാസ്റ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് പ്രോമിസ് പാസ്റ്റ് കൺസിഡറേഷൻ്റെ ബേസിലാണ് ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ പറയുന്നതാണ് പാസ്റ്റ് കൺസിഡറേഷൻ. നെക്സ്റ്റ്, പ്രസൻറ്റ് കൺസിഡറേഷൻ. വെൻ പ്രോമിസർ റിസീവ് കൺസിഡറേഷൻ സൈമൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. പ്രോമിസിൻ്റെ സമയത്ത് തന്നെ കൺസിഡറേഷനും കിട്ടുന്ന രണ്ടും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു ബുക്ക് വാങ്ങുന്നു. അതിന് പകരമായി നമ്മൾ ആ ഷോപ്പുകാരന് ക്യാഷ് കൊടുക്കുന്നു. അങ്ങനെയാവുന്ന സമയത്ത് ആ രണ്ട് ആക്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കൺസിഡറേഷൻ ആവുന്ന സമയത്ത് നമ്മളൊരു ഷോപ്പിൽ പോയി ബുക്ക് വാങ്ങിച്ചു, ക്യാഷ് പിന്നീട് തരാമെന്ന് പറയാണ്. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ കൺസിഡറേഷൻ ഫ്യൂച്ചർ ആയിരിക്കും. വെൻ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഈസ് റെൻഡേർഡ് ഇൻ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. നെക്സ്റ്റ് എസെൻഷ്യൽ ഫീച്ചറാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. നെക്സ്റ്റ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് നമ്മൾ 10 ലക്ഷം രൂപേൻ്റെ ഒരു ഹൗസ് 5 ലക്ഷം രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവുന്നില്ല. അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിലും കൺസിഡറേഷൻ വാലിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 10 ലക്ഷം രൂപേൻ്റെ ഒരു വീട് എക്സ് വൈക്ക് കൊടുക്കുകയാണ്. പക്ഷേ വീടിൻ്റെ വാല്യൂ 10 ലക്ഷം ഉണ്ടെങ്കിലും എക്സ് വൈനോട് പറയുകയാണ്, നിനക്ക് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ഈ വീട് വിൽക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ റിയൽ വാല്യൂലല്ല അസറ്റ് സെയിൽ ചെയ്യുന്നത്. എന്നിരുന്നാലും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് ടു ദി പ്രോമിസ്, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഓഫ് സം വാല്യൂ ഇൻ ദി ഐസ് ഓഫ് ലോ. കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണമെന്നൊന്നുമില്ല. ലോൻ്റെ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ കൺസിഡറേഷനായിട്ട് കൊടുത്താൽ മതി. An agreement to which consent of the promisor is freely given, it is not void merely because consideration is inadequate. But inadequacy of consideration may be taken into account by the court determining the question whether the consent of the promisor was freely given. പ്രോമിസറിന് ഓക്കെ ആണെങ്കിൽ ആ കൺസെൻറ്റ് പ്രോമിസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ആയിട്ട് ത്രെറ്റൻ ചെയ്യാതെ ഭീഷണിപ്പെടുത്താതെയൊക്കെയാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ അസറ്റിൻ്റെ റിയൽ വാല്യൂ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ കൺസിഡറേഷനെ വാലിഡ് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ്, കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷണറി. കൺസിഡറേഷൻ റിയൽ ആയിരിക്കണം. ഇല്യൂഷണറി കൺസിഡറേഷനെ ഒന്നും തന്നെ കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇല്യൂഷണറി കൺസിഡറേഷന് എക്സാമ്പിൾസ് ആണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾക്ക് കൺസിഡറേഷൻ കൊടുക്കുക, ലീഗൽ ഇമ്പോസിബിലിറ്റി ഉള്ള, അതായത് ഇല്ലീഗലായിട്ടുള്ള കൺസിഡറേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കൺസിഡറേഷനുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. അതുപോലെ അൺസേർട്ടൈൻ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇല്യൂഷണറി കൺസിഡറേഷനൊക്കെ കൊടുക്കാം. ഇല്യൂഷണറി കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രോമിസ് ടു ഡു സംതിങ് വിച്ച് എ പേഴ്സൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു ബൈ ലോ ഓർ കോൺട്രാക്ട്. ഇറ്റ് മസ്റ്റ് ബി സംതിങ് മോർ ദാൻ വാട്ട് എ പ്രോമിസ് ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു. ഇല്യൂഷണറി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിന് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ഇല്യൂഷണറി കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. അത് വാലിഡിറ്റി ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ക്രൈം കണ്ടുപിടിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ച് അയാളുടെ ഡ്യൂട്ടിയാണ്. അപ്പം വേറെ ഒരാൾ അയാളോട് പറയാണ്, നിങ്ങൾ ഈ ക്രൈം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളൊരു 50,000 രൂപ തരാമെന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരു ഇല്യൂഷണറി കോൺട്രാക്റ്റാണ്, അതൊരു വോയിഡ് കോൺട്രാക്റ്റാണ്. അതിനൊരു വാലിഡിറ്റി ഇല്ല. കാരണം പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ക്രൈം ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഉള്ള, ലീഗൽ ഇമ്പോസിബിലിറ്റി ഉള്ള, അൺസർട്ടൈൻ ആയിട്ടുള്ള, ഇല്യൂഷണറി ആയിട്ടുള്ള കൺസിഡറേഷനൊക്കെ ഒരു കോൺട്രാക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ ഒരു വാലിഡ് ആയിരിക്കില്ല. കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടിരിക്കണം.
കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഒരു എഗ്രിമെൻറ്റിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലോ ഇമ്മോറലോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരെയുള്ളതോ ആകരുത്. അതായത് ആ കൺസിഡറേഷൻ ഫോർബിഡൻ ബൈ ലോ ആവരുത്. ഇറ്റ് ഈസ് ഓഫ് സച്ച് നാച്ചർ ദാറ്റ് ഈസ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദി പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ലോൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാവരുത് കൺസിഡറേഷൻ. ഫ്രോഡുലൻ്റ് ആകരുത് ആ കൺസിഡറേഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഡാമേജ് നടത്തുന്ന രീതിയിലുള്ള ഒന്നും ആകരുത് ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കോർട്ട് ഇമ്മോറലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു ആക്റ്റും ആകരുത് ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്നത്.